ഇന്ന് ലോജി ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് സജഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാ കാറ്റഗറിയിലെയും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് സജഷൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ കാറ്റഗറി എന്നും ഏതൊക്കെയാണ് ഫണ്ട്സ് എന്നുള്ളതും നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ലോജിക് ചാനലിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലൂ ചിപ്പ് ഫണ്ട്സ് ആണ്. അപ്പോൾ എന്താണ് ബ്ലൂ ചിപ്പ് ഫണ്ട്സ്? അപ്പോൾ ബ്ലൂ ചിപ്പ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള കമ്പനീസിനാണ് നമ്മൾ ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂ ചിപ്പ് ഫണ്ട്സിൽ ഏതാണ് 2022 നമ്മൾ സെലക്ട് ചെയ്ത ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് സജഷൻസ് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ബ്ലൂ ചിപ്പ് ഫണ്ടിൽ നമ്മൾ ഇന്നിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫണ്ട് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്, അതായത് നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത് 52.94 റുപ്പീസ് ആണ് ഫണ്ടിൻ്റെ NAV വരുന്നത്. അപ്പോൾ NAV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് NAV എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഫണ്ട് സൈസ് വരുന്നത്, അതായത് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ AUM വരുന്നത് 33,518.99 crore ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.47% ആണ് എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ തന്നെ ഒരു ഹയർ AUM ഉള്ളതും കൊണ്ടുകൂടെയാണ് നമ്മൾ ഈ ഒരു ഫണ്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ സ്കീം ഡീറ്റെയിൽസും കൂടി നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് 2 January 2013 ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.47% ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ടൈപ്പ് വരുന്നത് ഓപ്പൺ എൻഡഡ് ഫണ്ടാണ്. അപ്പോൾ ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫണ്ടാണ് നമ്മുടെ ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്നുള്ളത്. ഇനി ഇവിടെ എക്സിറ്റ് ലോഡും കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം. അതായത് നിങ്ങൾ ഈ ഒരു ഫണ്ട് ഒരു 1 year കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ്, അതായത് 365 days കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഫണ്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ 1% നിങ്ങൾ എക്സിറ്റ് ലോഡ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളുടെ സെയിൽ വാല്യൂവിൻ്റെ 1% നിങ്ങളുടെ എക്സിറ്റ് ലോഡ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ബോത്ത് ലംസം അതുപോലെ SIP ആയിട്ട് നമ്മൾ റിട്ടേൺസ് പാസ്റ്റ് 5 years റിട്ടേൺസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പം ലംസമായിട്ടാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഈ ഫണ്ടിൽ നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച റിട്ടേൺസ് ആണ്. ഫസ്റ്റ് ഇയറിൽ ഇവിടെ വന്നിരിക്കുന്ന ആനുവലൈസ്ഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 24.95% ആണ്. സെക്കൻഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 24.18% ആണ്. തേർഡ് ഇയർ 22.55% ആണ്. ഫിഫ്ത്ത് ഇയർ 22.26% ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പാസ്റ്റ് 5 years ഒരു മിനിമം 22% എങ്കിലും റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഫണ്ടിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിലൂടെ. ഇനി SIP റിട്ടേൺസിന് നമുക്ക് റിട്ടേൺസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആനുവലൈസ്ഡ് റിട്ടേൺ പാസ്റ്റ് 5 years നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഇയറിൽ വരുന്നത് 25.11% ആണ്. സെക്കൻഡ് ഇയറിൽ വന്നിരിക്കുന്നത് 32.6% ആണ്. തേർഡ് ഇയറിൽ വന്നിരിക്കുന്നത് 26.72% ആണ്. അതുപോലെ ഫിഫ്ത്ത് ഇയറിൽ വന്നിരിക്കുന്നത് 21.81% ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പാസ്റ്റ് 5 years ഒരു മിനിമം 21.81% എങ്കിലും റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഫണ്ടിൽ. നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ പൊട്ടൻഷ്യൽ ഇതിൻ്റെ റിട്ടേൺ കാൽക്കുലേഷൻസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആനുവലൈസ്ഡ് റിട്ടേൺസ് ചെക്ക് ചെയ്താൽ തന്നെ ബോത്ത് ലംസം അതുപോലെ SIP റിട്ടേൺസ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മിനിമം 20% എങ്കിലും നമുക്ക് റിട്ടേൺസ് പാസ്റ്റിൽ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചൊരു ഫണ്ട് തന്നെയാണ് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്നുള്ളത്. സെക്കൻഡ് കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടാണ്. നമ്മൾ സെക്കൻഡ് കാറ്റഗറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് മിറായ് അസറ്റ് എമർജിംഗ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് മിറായ് അസറ്റ് എമർജിംഗ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്, അതായത് നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത് 109.494 റുപ്പീസ് ആണ് ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്. അതുപോലെ ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് AUM വരുന്നത് 21,213.6 crore ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.68% ആണ് ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് 2 January 2013 ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.68% ആണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതൊരു ഓപ്പൺ എൻഡഡ് ഫണ്ടാണ്. അതുപോലെ നമുക്കിവിടെ എക്സിറ്റ് ലോഡ് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫണ്ട്
365 ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ഫണ്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 1% എക്സിറ്റ് ലോഡ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളുടെ സെയിൽ വാല്യൂവിൻ്റെ 1% നിങ്ങൾ എക്സിറ്റ് ലോഡായിട്ട് നിങ്ങളിവിടെ ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളിവിടെ നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ റിട്ടേൺസ് നോക്കാം. പാസ്റ്റിൽ എങ്ങനെയാണ് ഈ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് ഉണ്ടായതെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബോത്ത് ലംസം അതുപോലെ തന്നെ SIP ആയിട്ട് നിങ്ങൾ റിട്ടേൺസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം SIP റിട്ടേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പാസ്റ്റ് 5 ഇയേഴ്സിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിലേക്ക് വന്നിരിക്കുന്ന റിട്ടേൺ റേറ്റ് എന്ന് പറഞ്ഞാൽ 31.54% ആണ്. സെക്കൻഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 45.77% ആണ്. തേർഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 36.19% ആണ്. അതുപോലെ ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 25.79% ആണ്. SIP റിട്ടേൺസ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ലംസം റിട്ടേൺസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 39.78% ആണ്. സെക്കൻഡ് ഇയർ 33.77% ആണ്. തേർഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 27.64% ആണ്. അതുപോലെ ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 23.63% ആണ്. അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും മിനിമം 23% റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പാസ്റ്റ് 5 ഇയേഴ്സിൽ ഈ ഒരു ഫണ്ടിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മിറായ് അസറ്റ് എമർജിംഗ് ബ്ലൂ ചിപ്പ് ഫണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മേജർലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജിംഗ് ബ്ലൂ ചിപ്പ് കമ്പനീസിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതായത് ഭാവിയിൽ, അതായത് ഫ്യൂച്ചറിൽ ബ്ലൂ ചിപ്പ് കമ്പനീസ് ആവാൻ പോസിബിലിറ്റീസ് ഉള്ള സ്റ്റോക്സിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്സുകളിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവുക. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡ് ക്യാപ് കാറ്റഗറിയാണ്. അപ്പോൾ മിഡ് ക്യാപ് കാറ്റഗറിയിൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് ആക്സിസ് മിഡ് ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. സോ ഈ ഒരു ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാൻ സാധിക്കും ആക്സിസ് മിഡ് ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ്. സോ ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്, അതായത് നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത് 79.51 റുപ്പീസ് ആണ് ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്. അതുപോലെ ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത് AUM വരുന്നത് 16,107.43 crore ആണ് ഈ ഒരു ഫണ്ടിൻ്റെ AUM വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.46% ആണ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. ഇനി നമുക്ക് ഫണ്ടിൻ്റെ ബേസിക് ഡീറ്റെയിൽസും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് 2 January 2013 ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.46% ആണ് എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അതുപോലെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതൊരു ഓപ്പൺ എൻഡഡ് ഫണ്ടാണ്. അതുപോലെ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും എക്സിറ്റ് ലോഡ് നമ്മളിവിടെ നോട്ട് ചെയ്യണം. അതായത് 365 ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പാണ് നിങ്ങളുടെ ഫണ്ട് നിങ്ങൾ സെയിൽ ചെയ്യുന്നെങ്കിൽ 1% എക്സിറ്റ് ലോഡ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളുടെ സെയിൽ വാല്യൂവിൻ്റെ 1% നിങ്ങളുടെ ചാർജായി നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളിവിടെ നോട്ട് ചെയ്യുക. ഇനി നമുക്ക് റിട്ടേൺസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പാസ്റ്റിൽ എങ്ങനെയാണ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തതെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ബോത്ത് SIP ആൻഡ് ലംസം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ SIP റിട്ടേൺസ് കാണാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് ഇയറിൽ ആനലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത് 35.61% ആണ്. സെക്കൻഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 44.94% ആണ്. തേർഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 36.76% ആണ്. അതുപോലെ ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 27.28% ആണ്. ഇനി ലംസം ആയിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര റിട്ടേൺസ് പാസ്റ്റ് 5 ഇയേഴ്സിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയറിൽ റിട്ടേൺ റേറ്റ് വരുന്നത് 14.23% ആണ്. സെക്കൻഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 36.53% ആണ്. തേർഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 28.17% ആണ്. ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 25.13% ആണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ബോത്ത് അതുപോലെ SIP അതുപോലെ ലംസമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൽ മിനിമം 20% നിങ്ങൾക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഫണ്ടിൽ നിന്ന് പാസ്റ്റ് 5 ഇയേഴ്സ് റിട്ടേൺസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത കാറ്റഗറി സ്മോൾ ക്യാപ് ഫണ്ട്സ് ആണ്. അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട്സിൽ നമ്മളിന്ന് ചൂസ് ചെയ്തേക്കുന്ന ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 2 ഫണ്ട്സ് ആയിരിക്കും നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഫണ്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. സോ ഈ ഒരു ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത് 69.57 റുപ്പീസ് ആണ് ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്. അതുപോലെ ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് അല്ലെങ്കിൽ AUM വരുന്നത് 7,695.32 crore ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.37% ആണ് ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ ബേസിക് ഡീറ്റെയിൽസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത്
29th November 2013 ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.37% ആണ് എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അതൊരു ഓപ്പൺ എൻഡഡ് ഫണ്ടാണ്. അതുപോലെ തന്നെ എക്സിറ്റ് ലോഡിനെ പറ്റിയിട്ട് നമ്മളിവിടെ നോട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു ഫണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് 365 ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഫണ്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെയിൽ വാല്യൂവിൻ്റെ 1% നിങ്ങൾ എക്സിറ്റ് ലോഡ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫണ്ടിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബോത്ത് SIP ആൻഡ് ലംസം ഇൻവെസ്റ്റ്മെൻറ്റിന് അപ്പോൾ SIP റിട്ടേൺസ് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഫസ്റ്റ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 51.02% ആണ്. സെക്കൻഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 58.68% ആണ്. തേർഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 45.69% ആണ്. അതുപോലെ ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 31.26% ആണ്. ഇനി ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ റേറ്റ് പാസ്റ്റ് 5 ഇയേഴ്സിൽ നമുക്ക് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആനലൈസ് റിട്ടേൺ ഫസ്റ്റ് ഇയറിൽ 56.90% ആണ്. സെക്കൻഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 41.67% ആണ്. അതുപോലെ തന്നെ തേർഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 35.07% ആണ്. ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 25.42% ആണ്. അപ്പോൾ നമുക്ക് SIP അതുപോലെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മിനിമം നമുക്ക് 25% നമുക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഫണ്ടിൽ നിന്ന്. സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് SBI സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി റിസ്ക് കൂടുതലായിട്ടുള്ള ഫണ്ട്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺസ് കൂടുതൽ കിട്ടുന്ന ഫണ്ട്സുമാണ് സ്മോൾ ക്യാപ് കാറ്റഗറി എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് SBI സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ സ്മോൾ ക്യാപ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി റിസ്ക് കൂടുതലായിട്ടുള്ള ഫണ്ട്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺസും കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫണ്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ റിസ്ക് കുറഞ്ഞ ഫണ്ട്സാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് SBI സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത് 118.0578 റുപ്പീസ് ആണ് ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്. അതുപോലെ തന്നെ ഫണ്ട് സൈസ് വരുന്നത് 10,878.18 crore ആണ് ഈ ഒരു ഫണ്ടിൻ്റെ AUM വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.79% ആണ്. അപ്പോൾ കാറ്റഗറി വരുന്നത് സ്മോൾ ക്യാപ് ഫണ്ടാണ് വരുന്നത്. അപ്പോൾ അതുപോലെ ഫണ്ട് ഹൗസ് വരുന്നത് SBI മ്യൂച്വൽ ഫണ്ട്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ ബേസിക് ഡീറ്റെയിൽസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് 2nd January 2013 ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.79% ആണ്. ഇതൊരു ഓപ്പൺ എൻഡഡ് ഫണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സിറ്റ് ലോഡും കൂടി നമ്മളിവിടെ നോട്ട് ചെയ്യണം. അതായത് ഈ ഒരു ഫണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് 365 ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെയിൽ വാല്യൂവിൻ്റെ 1% എക്സിറ്റ് ലോഡായിട്ട് നമ്മൾ ചാർജ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫണ്ടിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ റിട്ടേൺസ് നമുക്ക് നോക്കാം. പാസ്റ്റിൽ എങ്ങനെയാണ് ഈ ഒരു ഫണ്ടിൽ പെർഫോമൻസ് ഉണ്ടായതെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് SIP റിട്ടേൺസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ SIP റിട്ടേൺസിൻ്റെ ആനലൈസ് റിട്ടേൺ കാണാൻ സാധിക്കുന്നത് 39.09% ആണ്. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ 54.65% ആണ്. തേർഡ് ഇയറിൽ വരുന്ന റിട്ടേൺ റേറ്റ് 42.44% ആണ്. അതുപോലെ ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വരുന്നത് 28% ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പാസ്റ്റ് 5 ഇയേഴ്സിൽ മിനിമം 28% റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചൊരു ഫണ്ടാണ്. അതുപോലെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ആനലൈസ് റിട്ടേൺസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയറിൽ വരുന്ന റിട്ടേൺ റേറ്റ് 44.20% ആണ്. സെക്കൻഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വരുന്നത് 42.34% ആണ്. തേർഡ് ഇയർ റിട്ടേൺ റേറ്റ് വരുന്നത് 13.23% ആണ്. അതുപോലെ ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വരുന്നത് 25.64% ആണ്. നോക്കിയാൽ കാണാൻ സാധിക്കും മിനിമം 25% നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചൊരു ഫണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ന്യൂലി എൻഗേജ്ഡ് കമ്പനീസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലായിരിക്കും. റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ റിട്ടേൺസും കൂടുതലായിരിക്കും നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന്. ഇനി നോക്കിയിട്ടുണ്ടെങ്കിൽ പരാപരി ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഫണ്ടിൻ്റെ NAV നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത് 54.0384 റുപ്പീസ് ആണ് ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്. അതുപോലെ ഈ ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത് 18,298.8 crore ആണ് ഈ ഒരു ഫണ്ടിൻ്റെ AUM വരുന്നത്. അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.82% ആണ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കാറ്റഗറി വരുന്നത് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്.
ഇനി നമുക്ക് ഈ ഫണ്ടിൻ്റെ ബേസിക് ഡീറ്റെയിൽസും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് 24 May 2013 ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ എൻഡഡ് ഫണ്ടാണ്. അതായത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫണ്ടാണ്. അതുപോലെ ഇവിടെ എക്സിറ്റ് ലോഡ് നമ്മൾ നോട്ട് ചെയ്യണം. ഇവിടെ എക്സിറ്റ് ലോഡ് വരുന്നത് നിങ്ങൾ ഈ ഒരു ഫണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് 730 ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഫണ്ട് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ലോഡ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളുടെ സെയിൽ വാല്യൂവിൻ്റെ 1% നിങ്ങൾ എക്സിറ്റ് ലോഡ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതുപോലെ തന്നെ 365 ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെയിൽ വാല്യൂവിൻ്റെ 2% നിങ്ങൾ എക്സിറ്റ് ലോഡ് നിങ്ങളിവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ എക്സിറ്റ് ലോഡ് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ ഇരിക്കുക. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആ പാസ്റ്റിൽ എങ്ങനെയാണ് ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് SIP റിട്ടേൺസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പാസ്റ്റ് 5 ഇയേഴ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഈ ഒരു ഫണ്ടിൻ്റെ ആനുവലൈസ് റിട്ടേൺ വരുന്നത് 37.9% ആണ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വരുന്നത് 47.06% ആണ് വരുന്നത്. തേർഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വരുന്നത് 38.58% ആണ് വരുന്നത്. ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വരുന്നത് 27.92% ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പാസ്റ്റ് 5 ഇയേഴ്സിൽ ഒരു മിനിമം 27% നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചൊരു ഫണ്ടാണ് ഫ്ലെക്സിക്യാപ് ഫണ്ട്, അതായത് പരാഗ് പാരിഖ് ഫ്ലെക്സിക്യാപ് ഫണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് എത്ര റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 45.83% ആണ് റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 39.45% ആണ് വന്നിരിക്കുന്നത്. തേർഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 31.06% ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 23.75% ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പരാഗ് പാരിഖ് ഫ്ലെക്സിക്യാപ് ഫണ്ടിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ഫ്ലെക്സിക്യാപ് ഫണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ELSS ഫണ്ടാണ്. അപ്പോൾ ELSS ഫണ്ടിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് കാനറ റോബിക്യു ഇക്വിറ്റി ടാക്സ് സേവർ ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത് 128.07 റുപ്പീസാണ് ഈ ഫണ്ടിൻ്റെ NAV വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് AUM വരുന്നത് 2875.75 crore ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.76% ആണ് ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അടുത്ത നമ്മൾ ഇൻഡെക്സ് ഫണ്ട്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് UTI നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത് 119.7459 റുപ്പീസാണ് ഈ ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത്. അതുപോലെ ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത് 5454.57 crore ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.2% ആണ് ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് HDFC ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് സെൻസസ് പ്ലാൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത് 545.6759 റുപ്പീസാണ് ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്. അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത് 2914.77 crore ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.2% ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് UTI നിഫ്റ്റി നെസ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത് 15.5435 റുപ്പീസാണ് ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത് 1424.16 crore ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.33% ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി 50 വാല്യൂ 20 ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത് 12.8895 റുപ്പീസാണ് ഈ ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത് 64.82 crore ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.2% ആണ്. ഇന്ന് ലോജിക് ചാറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2022 ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് സജഷൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാ കാറ്റഗറിയിലെയും ഓരോ ഫണ്ട്സ് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കണ്ടന്റ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം.